അപ്പോൾ അതേ കൂട്ടുകാരെ ഒരു 90-ലെ ഓർമ്മയുള്ള കറികളാണ് കേട്ടോ. കാരണം അന്ന് ഉണക്കമുളക് ചതച്ചിട്ടാണ് തിളപ്പിക്കണത്. മുളക് പൊടി ചതച്ച മുളകൊന്നുമല്ല. അപ്പോൾ ഞാൻ അതേ ആവശ്യത്തിന് എരിവിനുള്ള ഇച്ചിരി മുളക് എടുത്ത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഉള്ളി പോരാഞ്ഞിട്ട് ഞാൻ പകുതി സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ വറുക്കാനുള്ള മീനൊക്കെ ഞാൻ അധികമായിട്ടൊന്ന് വരഞ്ഞിട്ടുണ്ട്. തിളപ്പിക്കാനുള്ള ചെറുതായിട്ടും ഒരു വര കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മൾ അരക്കണ കല്ലിൽ വെച്ച് ഒന്ന് ഒതുക്കി എടുക്കാം കേട്ടോ. അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടായി ചതച്ച് വെച്ചേക്കണം എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് വാടട്ടെ. പിന്നെ ഒന്ന് കറി വെച്ച് കഴിച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കറിയുള്ളതിന് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പും പണ്ട് ഇത് മാത്രം ഇട്ടാണ്ട വറുത്തിരുന്ന വെച്ചാൽ മീത്തിനൊരു ടേസ്റ്റ് ഉണ്ടാവും വറുത്ത് കഴിക്കുമ്പോൾ. അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്ത് പിന്നെ രണ്ടൊന്നും അയിലയുടെ മുട്ട ഉണ്ടായിരുന്നു അത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് വാലാളെണ്ണത്തിലാണേ വറുക്കണത്. ബാക്കി തലയാണ് കറി വെക്കൽ. അപ്പം ഞാനിതൊന്ന് പുരട്ടിയെടുക്കാം. ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടേ. നമ്മുടെ കറി ആകുമ്പോഴത്തേക്കും അവിടെ ഇരിക്കട്ടെ. ഇതുപോലെ ഉണക്കമുളകൊക്കെ ചതച്ച് പണ്ട് കല്ലേലിട്ട് അരച്ച് കറി വെച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സാധനങ്ങളെല്ലാം വാടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കല്ല് കഴുകി വെള്ളം കൊടുത്തിട്ടുണ്ട്. അതിൽ 2 പുളിയും ഇട്ടിട്ടുണ്ട്. അത് നത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പോരാത്ത വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ കല്ലുപ്പ് ഇടുന്നുണ്ട്. ഇനി ഒന്ന് വെട്ടിത്തിളക്കട്ടെ കേട്ടോ. ഒരു 2 തിള. നമ്മുടെ അരപ്പ് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പിറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ തലഭാഗങ്ങളാണ് എടുത്തിടുന്നത്. പാല് ഭാഗം 2 ഉള്ളൂ വറുക്കാനെടുത്തു. ഇതിനൊക്കെ നമ്മളിട്ട് ഒന്ന് ചട്ടി ഒന്ന് ചിറ്റിച്ചിട്ടുണ്ട് കേട്ടോ. കയ്യിലിടരുത്. ഇനി ഇവിടെ കിടന്നൊന്ന് വേകട്ടെ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചാറ് നമുക്കിതുപോലെ കോരി ഒഴിച്ചു കൊടുക്കുക. അന്ന് ആവശ്യത്തിന് ചാറ് ഒഴിക്കും. എന്താണെന്ന് വെച്ചാൽ വീടുകളിൽ അംഗങ്ങൾ കൂടുതലുണ്ടാവുമല്ലോ, അവർക്ക് ചാറ് വേണം. അതനുസരിച്ച് ഗ്രേവിയും ഉണ്ടാവും കേട്ടോ. ഇപ്പം ഈ മുളകൊന്നും നമുക്ക് തിന്നാൻ പറ്റില്ല. ഭയങ്കര എരിവായിട്ടല്ലേ തോന്നണം. അന്ന് കറി വെച്ച് വറുക്കുകയും ചെയ്ത് കഴിഞ്ഞാലും മുളക് ചമ്മന്തി ഉണ്ടാക്കും. അന്ന് ഇഷ്ടംമാതിരി എരിവ് തിന്നു. ഇപ്പം നമ്മൾ എരിവ് തിന്നാൽ വയറ് നമുക്ക് വേഗം പണി തരും. കറി ഒന്ന് തുറന്നാലോ. ആഹാ എന്താ മണം, അടിപൊളി മണം ഉണ്ട്. അപ്പോൾ കറി നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. വേപ്പില ഉണ്ടെങ്കിൽ ഇച്ചിരി വേപ്പില ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടാ. തിന്നാൻ കൊതിയാവുന്നു. നമ്മൾ മീനും വറുത്തെടുത്തട്ടാ. സാധാരണ എല്ലാ ദിവസവും മീൻ വറുക്കണ ആളുകളാണെങ്കിൽ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും മാത്രം ഇട്ട് മീൻ വറുക്കുക. മീറ്റിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ അതിലും എനിക്ക് ബെസ്റ്റ് തോന്നിയത് എന്താണെന്നറിയാമോ? എനിക്ക് തലക്ക് ഞാനും അമ്മയും കൂടി ഇടിപിടിക്കും. കൂരിത്തലയാണെങ്കിൽ അയിലത്തലയുടെ എനിക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണം. അപ്പം മീൻ വറുത്തതുണ്ട്. ഞാൻ 2 തല എടുത്തിട്ടുണ്ട് കേട്ടോ.